ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ചേന്ദമംഗലം നാടിനെ നടുക്കിക്കൊണ്ട് 3 കൊലപാതകങ്ങൾ അരങ്ങേറുന്നത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ്. ഒരു പ്രകോപനവുമില്ലാതെ തൊട്ട് അയൽപക്കത്തെ വീട്ടിൽ വന്ന ഋതു ജയൻ എന്നയാൾ 26 വയസ്സാണ്. അയാൾ വീട്ടിലേക്ക് കയറുന്നു. വീട്ടിൽ കയറി വീട്ടിലുള്ളവരെ ആക്രമിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന ദണ്ടുപയോഗിച്ച 4 പേരെയും, അതായത് ഈ വീട്ടിൻ്റെ ഗൃഹനാഥനായിട്ടുള്ള കണ്ണൻ എന്ന് വിളിക്കുന്ന വേണു, അതോടൊപ്പം തന്നെ വേണുവിൻ്റെ ഭാര്യ ഉഷ, മകൾ വിനിഷ, മരുമകൻ ജിതിൻ, ഇവരെ 4 പേരെയും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഇതിൽ 3 പേർ കൊല്ലപ്പെട്ടു. വേണുവിൻ്റെ ഭാര്യ ഉഷയും മകൾ വിനിഷയുമാണ് കൊല്ലപ്പെട്ടത്. ജിതിൻ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെന്റിലേറ്റർ സഹായമുണ്ട്. CT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഗുരുതരാവസ്ഥയിൽ തന്നെയെന്നാണ്. നല്ലൊരു ബ്ലഡ് ഞങ്ങൾ കാണുമ്പോൾ അവന് ജീവനുണ്ടായിരുന്നു. അവൻ കാല് പിടിച്ച് വലിക്കണ്ടായി, അമ്മായച്ചൻ്റെ കാലം പിടിക്കണ്ടായി. ഇങ്ങനെ ബ്ലഡ് ഒഴി കിടക്കായിരുന്നു. 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. വന്നിട്ട് 2 പെൺകുട്ടികളാണ് ആ വീട്ടിലൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടായി. ഇവിടെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ പറയുന്ന ഋതു ജയൻ എന്നയാളുടെ വീട്. അതിന് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഇയാൾ ഈ വീട്ടിൽ നിന്നും ഒരു ദണ്ടുപയോഗിച്ച് ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവർ തമ്മിലുള്ള തർക്കം മുമ്പ് ഈ ഗേറ്റുമായി ബന്ധപ്പെട്ട്, ഗേറ്റിൽ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വേണുവും കുടുംബവും പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് വന്ന് അന്വേഷിച്ചു. ഈ ഋതു ജയൻ എന്നയാൾ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. 3ഓളം കേസുകൾ വിവിധ ഇടങ്ങളിലായിട്ടുണ്ട്. 2-3 കേസസ് ഉണ്ട്. ഒരു തൃശ്ശൂർ സിറ്റിയിലെ ഒരു കേസുണ്ട്, ഒരു എറണാകുളം സിറ്റിയിലെ ഒരു കേസുണ്ട്. ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു നേരിട്ട്. വീട്ടിനകത്ത് കയറി വാതിലടച്ച് ഇവരെ ഈ ദണ്ട് ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം വാതിൽ തുറന്ന് ആ വീട്ടിനകത്തെ ഉണ്ടായിരുന്ന ബൈക്കിൻ്റെ താക്കോലെടുത്ത് ഈ വീട്ടിലെ ജിതിൻ്റെ ബൈക്ക് ഉപയോഗിച്ച് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന സ്ത്രീകളോട് പറയുന്നുണ്ട്, ഞാൻ 4 പേരെ തീർത്തിട്ടുണ്ടോ, ചെന്നാൽ കാണാം എന്ന്. അതിനുശേഷം വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇക്കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. പോലീസ് എത്തുമ്പോൾ കാണുന്നത് നാട്ടുകാരടക്കം ഓടി വന്ന് ഇവരെ ആശുപത്രിയിലേക്ക് നീക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഋതു ജയൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. വൈഫ് ഓഫ് സക്സേന ഉൾപ്പെടെയുള്ള കമ്മീഷണർ ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി. ഇയാൾ നിരന്തരം ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ ഈ വീട്ടുകാരെ മൊത്തം രൂക്ഷമായ രീതിയിൽ അസഭ്യം പറയുകയും ആക്രമിക്കാൻ തുനിയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി നടന്നിരിക്കുന്നത്. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്.